നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ്. പണ്ട് കാലങ്ങളിലൊക്കെ റെക്കോർഡ് കീപ്പിങ്ങിലൂടെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുത്തിരുന്നത്. അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന റെക്കോർഡ് കീപ്പിങ്ങിലൂടെ പിന്നെ നമ്മൾ അതനുസരിച്ചാണ് ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുത്തിരുന്നത്. പിന്നെ നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റമായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ 21st സെഞ്ച്വറിയിലൊക്കെ സ്കൂൾസിൽ തന്നെ നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റായിട്ട് ഉള്ള അത് ഒരു ഒഫീഷ്യൽ സബ്ജക്റ്റായിട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ ഫിനാൻഷ്യൽ അനാലിസിസിനെ പറ്റി മനസ്സിലാക്കി, ഫിനാൻഷ്യൽ ഡിസിഷൻസിനെ നമ്മൾ അതനുസരിച്ച് എടുക്കാൻ നമുക്ക് പറ്റി, റിസ്ക് അനാലിസിസ് നമ്മൾ മനസ്സിലാക്കി. സോ അങ്ങനെ നമുക്ക് ഒരു കോമ്പറ്റേറ്റീവ് ഫേമിലൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ നമുക്കിപ്പോൾ പറ്റുന്നുണ്ട്. ഇനി അതിൻ്റെ എവല്യൂഷൻ നമ്മൾ നോക്കാം. അതായത് 3 ആയിട്ടാണ് അതിനെ ഫേസസ് ആയിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. 1 ട്രഡീഷണൽ ഫേസ്, 2 ട്രാൻസിഷണൽ ഫേസ്, 3 മോഡേൺ ഫേസ്. ട്രഡീഷണൽ ഫേസിനകത്ത് വരുമ്പം അവിടെ റേസിംഗ് ഓഫ് ഫണ്ട്സ് മാത്രമേ നമ്മളവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ നമ്മൾ എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്സ് നമ്മളവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. പിന്നെ ലോങ് ടേം സോഴ്സ് ഓഫ് ഫണ്ട്സ് മാത്രമേ നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഷോർട്ട് ടേം നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. പിന്നെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസിൽ മാത്രമാണ് നമ്മൾ ട്രഡീഷണൽ ഫേസിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഓൾ ടൈപ്സ് ഓഫ് ബിസിനസ്, അതായത് പാർട്ട്ണർഷിപ്പും സോൾ പ്രൊപ്രൈറ്റർഷിപ്പും നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ലായിരുന്നു. പിന്നെ ഡിസ്ക്രിപ്റ്റീവും ഇൻഫോർമേറ്റീവും ആയിട്ടായിരുന്നു നമ്മൾ ട്രഡീഷണൽ ഫേസ് ഉണ്ടായിരുന്നത്. പിന്നെ ഔട്ട്സൈഡേഴ്സിൻ്റെ ഇൻഫർമേഷൻ മാത്രമേ നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നുള്ളായിരുന്നു. ഇൻസൈഡേഴ്സ് ഇൻഫർമേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ലായിരുന്നു. അതുമാത്രമല്ല, അവിടെ ലിക്വിഡേഷന്, മേജേഴ്സ്, എക്സ്പാൻഷനൊക്കെ ആയിരുന്നു നമ്മൾ ഫോക്കസ് ചെയ്തിരുന്നത്. ഇനി രണ്ടാമത്തെ ഫേസിൽ വരുവാണ് ട്രാൻസിഷണൽ ഫേസ്. ട്രാൻസിഷണൽ ഫേസ് എന്ന് പറയുമ്പം ഇറ്റ്സ് ഓൾമോസ്റ്റ് സിമിലർ ടു ട്രഡീഷണൽ ഫേസുമായിട്ട് ഓൾമോസ്റ്റ് സിമിലർ ആണ്. പക്ഷേങ്കിൽ ഇവിടെ നമ്മൾ അതിൻ്റെ ഒരു ഫ്രെയിം വർക്കായിട്ട് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. അതായത് റേസിംഗ് ഓഫ് ഫണ്ട്സ് എന്താണെന്നുള്ളതിൻ്റെ ഒരു ഫ്രെയിം വർക്ക് മാത്രമേ ഉള്ളൂ. മോഡേൺ ഫേസിൽ വരുവാണെങ്കിൽ അവിടെ റേസിംഗ് ഓഫ് ഫണ്ട്സും ഉണ്ട്, യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്സും ഉണ്ട്. അതുമാത്രമല്ല, ഇവിടെ ലോങ് ടേമും ഷോർട്ട് ടേമും ആയിട്ടുള്ള സോഴ്സ് ഓഫ് ഫണ്ട്സാണ് അവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് രണ്ടും കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, ഓൾ ടൈപ്പ് ഓഫ് ബിസിനസ്സും ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതായത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് മാത്രമല്ല, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, എല്ലാ ബിസിനസ് കൺസേണും നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഇൻസൈഡേഴ്സിൻ്റെയും ഔട്ട്സൈഡേഴ്സിൻ്റെയും 2 പേരുടെയും വ്യൂ പോയിൻറ്റ്സ് നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ഒറിജിൻ ആൻഡ് എവല്യൂഷൻ